പ്രേക്ഷകരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഫേവറിസമാണ്. നമ്മൾ കാണുന്നതാണ് 50 ദിവസത്തിന് ശേഷം ബിഗ് ബോസ് കാണിക്കുന്ന ഫേവറിസം. ആര്യൻ ആൻഡ് അക്ബർ പല കാര്യങ്ങളിൽ ഇവരെ ഫേവർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആര്യൻ്റെ ഗെയിം വരുമ്പോൾ മുൻപിനെത്താനും അക്ബറിനെ എവിഷം വരുമ്പോൾ സേവ് ചെയ്ത് വോട്ട് കൂടുതലുള്ള കണ്ടസ്റ്റൻസ് പുറത്തു പോകുന്നതും നമ്മൾ കണ്ടു. അതിനൊരു ഉദാഹരണം മാത്രമാണ് ലക്ഷ്മി. ഇങ്ങനെ പോയാൽ വരുംകാല ബിഗ് ബോസ് സീസണിനോടുള്ള പ്രേക്ഷകരുടെ വിശ്വാസം നഷ്ടപ്പെടും. ഇന്നലെ നടന്ന ലൈവ് ടിക്കറ്റ് ടു ഫിനാലെ അതിനൊരു ഉദാഹരണം മാത്രം. ഇങ്ങനെ പല കാര്യങ്ങളും ലൈവ് കാണാത്ത, എപ്പിസോഡ് മാത്രം കാണുന്ന പ്രേക്ഷകർ കാണുന്നില്ല ഇതൊന്നും. ചുരുക്കം പറഞ്ഞാൽ സാധാരണ എപ്പിസോഡ് പ്രേക്ഷകർ ചതിക്കപ്പെടുകയാണ്. സെർഗോ എന്ന് പറയുന്ന ഷോ ഡയറക്ടറുടെ ഫേവറിസം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് അക്ബർ. നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബറിനെ വിളിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നതും പല നല്ല പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റൻസാണ്. ഇതിനൊരു മാറ്റം വരുംകാല സീസണിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ നല്ല കണ്ടസ്റ്റൻസിന്, നിങ്ങൾ ഒരിക്കലും ഇവരുടെ ഈ കെണികളിൽ വീഴാതെ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന, നിങ്ങൾ ഒരിക്കലും വോട്ടുകൾ മറിച്ച് മറ്റൊരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിലൂടെ മാത്രമേ എന്തെങ്കിലും മാറ്റം ബിഗ് ബോസിന് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതൊക്കെ നമ്മൾ പല സീസണിലും കണ്ടതാണ്. പല രീതിയിലുള്ള ഫേവറിസം നമ്മൾ പല സീസണിലും പലരുമായി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരികയും അവരെ എത്തേണ്ട അത്രയും സ്ഥലങ്ങളിൽ എത്തിക്കുകയും, ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സീസണിലും കപ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മാക്സിമം നല്ല നല്ല കണ്ടസ്റ്റൻസിനെ പുറത്താക്കിക്കൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ മക്കളെ മുന്നോട്ട് കൊണ്ടുവരുന്ന, ടോപ്പ് 5 എത്തിക്കാൻ വേണ്ടി പെടാപ്പാടുപെട്ട് കൊണ്ടുവരുന്ന ഏഷ്യാനെറ്റിനെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെ എൻ്റെ മോൾ ഷൈനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവർക്ക് കൊടുക്കുന്ന മറുപടി നമ്മളുടെ ഓരോ ജെനുവിനോട്ടാണ്. ഒരിക്കലും PR-ൻ്റെ പിൻബലമുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുക്കാതെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, PR-ൻ്റെയും ഏഷ്യാനെറ്റിൻ്റെ ഈ ചതികളിലും പെടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജെനുവിനായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും.